കുഞ്ഞിൻ്റെ മനസ്സ് പരിശുദ്ധമാണ്. ഒരു കരടും ഒരിക്കലും അവിടെ വരില്ല, ഒരു കലർപ്പും ഉണ്ടാവില്ല. 100% വിശ്വസിക്കാം. ഞാനത് ശാലിനി കുഞ്ഞിനെ മനസ്സിലാക്കിയതുകൊണ്ട് പറയാം സത്യാമ്മേ. അതുപോലെ തന്നെ ശിവനെയും വിശ്വസിക്കാം. അതെ, എന്തായാലും ആ സസ്പെൻസ് അങ്ങ് പൊട്ടിച്ചേക്കാം. എന്താ അമ്മ അത്? ഇതേ ഇത് കണ്ടോ, ഇത് നിങ്ങളുടെ കൂട്ടുകാരന്റെ വീടിന്റെ പ്ലാനാ. എങ്ങനെയുണ്ട്? വീട് പണി കഴിഞ്ഞോ? ദേ ഇത് കണ്ടോ, ഇത് ഹാള്, ദേ ഇത് ബെഡ്റൂംസ്, പിന്നെ ഇവിടെ കിച്ചൺ. ആ കൊള്ളാലോ. അവനിത് കാണുമ്പോ വലിയ സന്തോഷാവും അല്ലേ അമ്മേ? ഈ കാണുന്നത് എന്തൊക്കെയാ? ആ ഇത് സിറ്റ് ഔട്ട്, പിന്നെന്തേ ഇവിടെ വരാന്ത. അവന്റെ മുറിക്ക് മുമ്പിൽ ഒരു അക്വേറിയം വേണോന്ന് പറഞ്ഞിരുന്നു. അതൊക്കെ വെക്കാം, അതിനൊക്കെയുള്ള സൗകര്യം അവിടെ ഉണ്ട്. പാവം, അവന്റെ മരിച്ചുപോയ ചേച്ചി ഓർത്ത് അവന് വലിയ സങ്കടാ. വീട് പണിയുന്ന സമയത്ത് 2 പേർക്കും കൂടി ഒന്നിച്ച് ഒരു മുറി വേണോന്ന് അവന്റെ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞ് അവൻ ഇടയ്ക്ക് സങ്കടപ്പെടും. അതിനിപ്പോ നമ്മൾ എന്താ അമ്മേ ചെയ്യാ? അവന്റെ ചേച്ചിയുടെ ഒരു ഫോട്ടോ എടുത്ത് നമുക്ക് അവന്റെ മുറി വെക്കാം. ആ സങ്കടം അങ്ങനെ മാറ്റാലോ. ഞങ്ങളുടെ അച്ഛന്റെ ഫോട്ടോ വച്ചിരിക്കുന്ന പോലെ അല്ലേ? അതിനച്ഛൻ മരിച്ചിട്ടില്ലല്ലോ പപ്പി, അച്ഛൻ എങ്ങോട്ടോ പോയിരിക്കയല്ലേ? അത് ശരിയാ. എന്തായാലും പണിയുന്നത് നല്ല രസമുള്ളൊരു വീടായിരിക്കണം. നമ്മൾ നല്ലൊരു അടിപൊളി വീട് തന്നെയായിരിക്കും ദീപുന് വെച്ചു കൊടുക്കുന്നത്. ആ പാല് റെഡി. ദാ പിടിച്ചോ, ഇത് പപ്പിമോക്ക്, ഇത് സത്യമോക്ക്. ദേ രണ്ടുപേർക്കും സന്തോഷമായല്ലോ. കൂട്ടുകാരന്റെ വീടിന്റെ പ്ലാനൊക്കെ കണ്ടല്ലോ. എന്നാ പിന്നെ പാലൊക്കെ കുടിച്ച് നല്ല കുട്ടികളെ പോലെ പോയി കിടന്നുറങ്ങാൻ നോക്ക. പപ്പി, സത്യേ, മക്കളെ ഒന്നിങ്ങോട്ട് വന്നേ. സത്യമ്മ വിളിക്കുന്നു. ഞാൻ ഈ പാല് വന്നിട്ട് കുടിച്ചോളാവേ. ഇതൊന്ന് പിടിക്കും പൊന്നിയാണ്ടി. പപ്പി, എന്നാ ഞാനും കൂടി വരാം. ഇതൊന്ന് പിടിച്ചേ. ദേ ഇവിടെ നിന്നേ, രണ്ടുപേരും ഇത് കുടിച്ചിട്ട് പോവാൻ. ഞങ്ങൾ വന്നിട്ട് കുടിച്ചോളാം. കുഞ്ഞിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ആ എന്താ? അത് ശിവനെ സത്യമ്മ വഴക്കു പറഞ്ഞു. കുഞ്ഞിന്റെ കാര്യം പറഞ്ഞ ദേഷ്യപ്പെട്ടത്. ഞാൻ ശിവനെ കാണുന്നതേ എന്റെ മകൻ വിഷ്ണുവിനെ കാണുന്നത് പോലെ തന്നെയാ. എന്റെ മരുമകൾ ശാലിനിയും ശിവനെ അതുപോലെ തന്നെയാണോ കാണുന്നതെന്ന് എനിക്കൊരു സംശയം. നിങ്ങൾ തമ്മിലുള്ള ബന്ധം അതേത് രീതിയിലാണെന്ന് എനിക്കറിയണം. അങ്ങനെ സത്യാമ്മ ചോദിച്ചെങ്കിൽ അത് വളരെ മോശമായി പോയി. എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റണം. ഇല്ലെങ്കിൽ സത്യാമ്മ ഇനിയും അത് ആവർത്തിക്കും. അയ്യോ കുഞ്ഞെ, ഞാൻ പറഞ്ഞെന്ന് പറയരുത്. കേട്ടപ്പോ എനിക്കും ബുദ്ധിമുട്ട് തോന്നി, അതാ ഞാൻ പറഞ്ഞത്. ഈ സത്യമ്മയെ കൊണ്ട് തോറ്റു. അവിടെ അച്ഛച്ചന്റെ കണ്ണട കാണുന്നില്ല, അതിനാ വിളിച്ചത്. എന്നിട്ട് കിട്ടിയോ? ആ കിട്ടി, എടുത്തു കൊടുത്തു. അച്ഛന് ഓർമ്മയില്ല, അത് എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കും. ദേ രണ്ടുപേരും പാല് കുടിച്ചേ. പിള്ളേ, ഇതിലൊരു 5000 രൂപയുടെ കുറവ് കാണുന്നുണ്ടല്ലോ. അത് പിന്നെ സത്യാമ്മേ, പൊന്നി കഴിഞ്ഞ ദിവസം ഒരു 5000 രൂപ അഡ്വാൻസ് വാങ്ങിച്ചായിരുന്നു. അങ്ങനെ ഒരു അത്യാവശ്യം അവള് പറഞ്ഞില്ലല്ലോ. ആരുടെ കല്യാണം ഉണ്ടെന്നാ പറഞ്ഞേ. ശരി, നടക്കട്ടെ നടക്കട്ടെ. ആ പിള്ളേ, ഈ ബുക്ക് കൊണ്ടുവച്ചേക്ക്.
സത്യാമ്മ, ശിവനോട് എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞെങ്കിൽ അത് വേണ്ടായിരുന്നു. എന്നെ സത്യാമ്മയ്ക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഞാൻ മരുമകളാ, വിഷ്ണുവേട്ടന്റെ ഭാര്യയാ. അതുപോലെ അല്ല ശിവൻ. ശിവൻ അന്യനാ, നമ്മുടെ വെറും ജോലിക്കാരനാ. ശിവനും ഞാനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോന്ന് സത്യാമ്മ ശിവനോട് ചോദിക്കുന്നതിലും നല്ലത് എന്നോട് ചോദിക്കുന്നതായിരുന്നു. അതിനുള്ള അധികാരവും അവകാശവും സത്യാമ്മയ്ക്കുണ്ട്. ഞാനൊന്നും മനസ്സിൽ വെച്ചോണ്ടല്ല ചോദിച്ചത്. ആയിരിക്കാം, പക്ഷെ ശിവൻ എന്ത് തോന്നിക്കാണും? വിഷ്ണുവേട്ടന് എന്റെ മനസ്സിലുള്ള സ്ഥാനം എന്താണെന്ന് സത്യാമ്മയ്ക്കറിയാം. അത് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നതും. ഈ ജന്മം ഞാൻ ജീവിച്ച് തീർക്കുന്നത് എന്റെ വിഷ്ണുവേട്ടന് വേണ്ടിയാ. അതിപ്പോ വിഷ്ണുവേട്ടൻ വന്നാലും വന്നില്ലെങ്കിലും ഇനി അങ്ങോട്ടെന്നും ഞാൻ വിഷ്ണുവേട്ടന്റെ പെണ്ണ് തന്നെയായിരിക്കും. സത്യമേ, യാതൊരു കാരണവശാലും സത്യമ നമ്മുടെ ശാലിനി കുഞ്ഞിനെ സംശയിക്കരുത്. കുഞ്ഞിൻ്റെ മനസ്സ് പരിശുദ്ധമാണ്. ഒരു കരടും ഒരിക്കലും അവിടെ വരില്ല, ഒരു കലർപ്പും ഉണ്ടാവില്ല. 100% വിശ്വസിക്കാം. ഞാനത് ശാലിനി കുഞ്ഞിനെ മനസ്സിലാക്കിയതുകൊണ്ട് പറയാം സത്യാമേ. അതുപോലെ തന്നെ ശിവനെയും വിശ്വസിക്കാം. രണ്ടുപേരും ഉറങ്ങിയോ? ഇപ്പൊ ഉറങ്ങിയതേ ഉള്ളൂ. നീ ഞാൻ പറഞ്ഞതൊക്കെ ഓർത്ത് വിഷമിക്കണ്ട. ഞാനത് അപ്പോഴേ മറന്നു സത്യാമ്മേ. എന്നേക്കാൾ കൂടുതൽ നാടിനെയും നാട്ടുകാരെ അറിയാവുന്ന ആളാ നീ. ലോകപരിചയമുണ്ട്. എന്റെ കാര്യം അങ്ങനെയല്ലല്ലോ. ഈ വീടിൻ്റെ ഉള്ളിലെ എൻ്റെ ലോകം, എൻ്റെ ചിന്തകളോ ഒരു സാധാരണ വീട്ടമ്മയുടേതും. അതുകൊണ്ടാകാം ഞാൻ എന്താണോ ചിന്തിക്കുന്നത് അതുപോലെ നിങ്ങളിലേക്ക് എത്താത്തത്.